ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് റാസ്റ്റർ ഗ്രാഫിക്സ് അല്ലെങ്കിൽ എന്താണ് വെക്ടർ ഗ്രാഫിക്സ് എന്ന്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഡിസൈനർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു റാസ്റ്റർ ബേസ്ഡ് ആയിട്ട് ഒരു സോഫ്റ്റ്വെയറും അല്ലെങ്കിൽ ഒരു വെക്ടർ ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും എന്തായാലും പഠിക്കണം എന്നുള്ളത്. സോ നമുക്ക് എന്താണ് റാസ്റ്റർ ഗ്രാഫിക്സ് അല്ലെങ്കിൽ എന്താണ് വെക്ടർ ഗ്രാഫിക്സ് എന്ന് നോക്കാം. റാസ്റ്റർ ഗ്രാഫിക്സ് ബിൽഡ് ചെയ്തിട്ടുള്ളത് കളേർഡ് പിക്ചർ പോയിന്റ്സ് വെച്ചിട്ടാണ്, അതായത് പിക്സൽസ് വെച്ചിട്ടാണ്. വെക്ടർ ഗ്രാഫിക്സ് ബിൽഡ് ചെയ്തിട്ടുള്ളത് ആങ്കർ പോയിന്റ്സ് വെച്ചിട്ടാണ്. ഈ ആങ്കർ പോയിന്റ്സ് മാത്തമാറ്റിക്കൽ ഫോർമുലാസ് വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. റാസ്റ്റർ ഗ്രാഫിക്സിന്റെയും വെക്ടർ ഗ്രാഫിക്സിന്റെയും സൈസ് കമ്പാരിസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാസ്റ്റർ ഗ്രാഫിക്സിനെ അപേക്ഷിച്ച് വെക്ടർ ഗ്രാഫിക്സിന്റെ സൈസ് വളരെ കുറവായിരിക്കും. സ്കെയിലബിലിറ്റിയുടെ കാര്യം നോക്കുമ്പോൾ റാസ്റ്റർ ഗ്രാഫിക്സ് സ്കെയിൽ ചെയ്യുമ്പോൾ അത് പിക്സലേറ്റഡ് ആവാനും ബ്ലറി ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അതിൽ ലിമിറ്റഡ് പിക്സൽസ് ആണുള്ളത്. സോ സ്കെയിൽ ചെയ്യണ കാര്യത്തിൽ വെക്ടർ ഗ്രാഫിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെക്ടർ ഗ്രാഫിക്സ് നമ്മൾ എത്ര സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാലും അതിന് പിക്സലേഷനോ ബ്ലറി ഫീലോ ഒന്നും വരില്ല. അതിന്റെ മെയിൻ കാരണം അത് ഓട്ടോമാറ്റിക്കലി റീകാലിബ്രേറ്റഡ് ആവും. ഈ മാത്തമാറ്റിക്കൽ ഫോർമുല വെച്ചിട്ടുള്ള ആങ്കർ പോയിന്റ്സ് കൊണ്ട് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത് കാരണം ആ ഒരു ഇഷ്യൂ ഇതിന് വരില്ല. നമ്മൾ എടുക്കുന്ന ഇമേജസ് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട്സ് അതെല്ലാതും റാസ്റ്റർ ഗ്രാഫിക്സിന് അണ്ടറിലാണ് വരിക. ഈ റാസ്റ്റർ ഗ്രാഫിക്സ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജസിലാണ്. വെക്ടറിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ വെക്ടേഴ്സ് മെയിൻ ആയിട്ട് ലെസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുക. സച്ച് ആസ് നമുക്ക് വേണമെങ്കിൽ ലോഗോ, ടെക്സ്റ്റ്, ഇലുസ്ട്രേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും നമ്മുടെ വെക്ടർ ഗ്രാഫിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ടൂൾസിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റാസ്റ്റർ ഗ്രാഫിക്സിന് എപ്പോഴും യൂസ് ചെയ്യുക ഫോട്ടോഷോപ്പ് ആയിരിക്കും. ആൻഡ് ഓൾസോ വെക്ടർ ഗ്രാഫിക്സ് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് ഇലുസ്ട്രേറ്റർ ആണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങളൊരു ഡിസൈനർ ആണ്, അതല്ല നിങ്ങൾക്ക് ഡിസൈനിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കാരണം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.